പുടിൻ്റെ വളരെ വിചിത്രമായ ഒരു രീതിയെപ്പറ്റി ധാരാളം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വകാര്യ കക്കൂസ് കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. അദ്ദേഹം മൂത്രമൊഴിക്കുന്ന അപ്പിയിടുന്നതൊന്നും മറ്റൊരു രാജ്യത്തിൻ്റെ സീക്രട്ട് ഏജൻസിന് കിട്ടാതിരിക്കുകയും അതിൽ നിന്ന് DNA വേർതിരിച്ച് പുടിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആലോചിച്ച് നോക്കുക, അദ്ദേഹം എവിടെ സഞ്ചരിക്കുന്നോ അവിടെ അദ്ദേഹം ഒരു ടോയ്ലറ്റുമായിട്ടാണ് സഞ്ചരിക്കുക. അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളൊന്നും അവിടെ ഉപേക്ഷിക്കില്ല, അത് ചുമന്നോട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. അത്ര സീക്രട്ടീവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു DNA പോലും മറ്റൊരിടത്ത് എത്തരുത് എന്ന അദ്ദേഹത്തിന് നിതാന്ത ജാഗ്രതയുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഉസ്ബെക്ക് സ്വദേശിയായ ഒരു അത്ലറ്റിൽ അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഡിവോഴ്സിന് ശേഷമാണ് ആ 2 കുട്ടികളുണ്ടായിട്ടുള്ളത്. അവരെ ഈ കരിങ്കടൽ തീരത്ത് ഒരു റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവർ മനുഷ്യന്മാർ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു. 2 മക്കളുണ്ട്. അത് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. 2 ആൺമക്കൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഭാര്യയിൽ 2 പെൺമക്കളുണ്ടായതിൽ അടുത്ത് തൻ്റെ പിൻഗാമിയായിട്ട് പുടിൻ കാണുന്നത് ഈ ആൺകുട്ടികളെയാണ്. അവരെ വളരെ രഹസ്യാത്മകമായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക ടീച്ചേഴ്സ്, അത്ലറ്റ് കോച്ചുകൾ എല്ലാം വെച്ചൊരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അതൊരു കോൺസ്പിരസി തിയറിയാണെന്ന് തോന്നുമെങ്കിലും അത് വളരെ എക്സ്റ്റെൻസീവായിട്ട് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേസമയം ഷീ ജിൻപിങ്ങിന് നോക്കുക. ഷീ ജിൻപിങ്ങും ഇതുപോലെ ഭരണഘടന തിരുത്തി ജീവിതാന്ത്യം വരെ സുപ്രീം ലീഡറായിട്ട് തുടരാനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ പുടിനെ പോലെ അത്ര സീക്രട്ടീവ് അല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ പബ്ലിക് പ്ലേസിൽ വരാറുണ്ട്. പക്ഷേ ഷീ ജിൻപിങ്ങും എവിടെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ലൈഫ് എന്താണെന്നുള്ളത് ചൈനയിൽ എന്തായാലും അറിയാൻ പറ്റില്ല. പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും അത് ട്രാക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഷീ ജിൻപിങ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അവിടെ ഒരു നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ പർജ് നടക്കാൻ പോകണമെന്നുള്ള കോൺസ്പിരസിയൊക്കെ വന്നിരുന്നു.